ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാച്ചൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ പക്കോടയാണ് തയ്യാറാക്കുന്നത്. നല്ല മൊര ചിക്കൻ പക്കോട എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് കയ്യിലുള്ള ചിക്കനൊക്കെ എടുത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലോട്ട് ചേർത്ത് കുറഞ്ഞ അളവിൽ ചിക്കൻ മതി കേട്ടോ നമ്മുടെ ഈ ചിക്കൻ പക്കോട തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ഒരു പാത്രം നിറച്ചും കിട്ടണമെങ്കിൽ നമ്മൾ അതിലോട്ട് എന്തൊക്കെ ചേർക്കണം ഇതിൽ കറക്റ്റായിട്ടുള്ള അളവിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിലോട്ട് 2 സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വെള്ളം ഒട്ടും തന്നെ ഇല്ല, വെള്ളം ഇല്ലാതെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ട്രീം ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് എല്ലാം ബോൺലെസ് ചിക്കൻ എന്നല്ല, ചെറിയ എല്ലാം ഉണ്ട്. പിന്നെ ഇതിലോട്ട് കോൺഫ്ലോറാണ് ആവശ്യം. നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ കോൺഫ്ലോർ തന്നെ ചേർത്ത് കൊടുക്കണം. അത് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അതോടൊപ്പം 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിന് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് നമ്മുടെ ഇതുണ്ടല്ലോ കടലമാവ്, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. അപ്പോൾ ഇത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് നല്ല കളറും കിട്ടും, എരിവും ആവശ്യത്തിനേ കിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ പെരുംജീരകത്തിൻ്റെ പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗരം മസാല പൊടിയാണ്. അപ്പോൾ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ അളവിൽ മതിയാകും മഞ്ഞൾപ്പൊടി. നമ്മുടെ മുളക് പൊടിയുടെ കളറാണ് മുന്നിൽ നിൽക്കാനുള്ളത്. അപ്പോൾ ഗരം മസാല പൊടിയും ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കണം. ചിക്കൻ മസാല, ബിരിയാണി മസാല ഏതെങ്കിലും ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ബിരിയാണി മസാല ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ മസാല ആയിരുന്നാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചില്ലി ഫ്ലെക്സ് ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു കോഴിമുട്ടയാണ് ഞാൻ ഇത്രയും അളവിന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ ഉപയോഗിച്ച് എല്ലാം കൂടി നല്ല വൃത്തി ഒന്ന് മിക്സാക്കി എടുക്കുക. ആവശ്യമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ആകുന്ന രൂപത്തിൽ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ മിക്സാക്കി എടുക്കുമ്പോൾ സവാളയും നമ്മുടെ ചേർത്ത പൊടികൾ എല്ലാം ചിക്കനിലോട്ട് പിടിക്കുന്ന രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതുപോലെ കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ 2 മണിക്കൂർ വയ്ക്കാവുന്നതാണ്. റെസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂണോളം ചെറിയ ടേബിൾ സ്പൂണിൽ വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടി ചേർത്താലേ കറക്റ്റ് അളവിന് ഉള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ചെറിയൊരു പുളിപ്പൊക്കെ വേണം. അപ്പോൾ ഇതിന് വേണ്ടി ഇതെല്ലാം ചേർത്ത് ഇതാണ് കറക്റ്റ് അളവ്. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഇതാണ്. അപ്പോൾ ഇനി ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു പാനിലോട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ 2-3 സ്റ്റെപ്പിനായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം നല്ല കൂട്ടി വെച്ച് കൊടുക്കുക ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് ചൂടായി എണ്ണ ഒന്ന് തിളച്ച് നല്ല രീതിയിലാകുമ്പോൾ തിള വരുന്ന സമയത്തിന് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കരുത്, ഇത് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കണം. എന്നാലും നല്ല മുരുമുരായി കിട്ടുള്ളൂ. അടച്ച് വെക്കുകയാണെങ്കിൽ ഇത് ആവിയിൽ നിന്ന് നല്ല സോഫ്റ്റായി പോകും. സോഫ്റ്റായി പോയാൽ അതൊരു ടേസ്റ്റ് ഇല്ല നമ്മുടെ ഈ പക്കോടയ്ക്ക്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാണ്ട് മറിച്ചിടാനുള്ളതും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കോടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം ചേർക്കുക. സവാള ഇതെല്ലാം ചേർത്ത് തന്നെ ഇതാക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇത് ചേർക്കാവുന്നതാണ്. ചേർത്തില്ലെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ കുറഞ്ഞ അളവിലായതുകൊണ്ടാണ് 1 കോഴിമുട്ട ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 കോഴിമുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റ് അളവിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല മുരുമുര ആയിട്ടുണ്ട്. ഞാൻ അരിപ്പിലോട്ടൊന്ന് കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കോട തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക.